പി ജയചന്ദ്രനെയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെയും ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവാണ്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുന്ന വരികൾ എഴുതിയ അപൂർവം ചില ആളുകളുണ്ട്. ഈ പ്രശസ്ത ആളുകളെ മാറ്റി നിർത്തിയാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ആളാണ്. എങ്ങനെയാണ് പി ജയചന്ദ്രനുമായി അത്തരമൊരു ബന്ധമുണ്ടാകാൻ കാരണം? അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതാൻ അവസരം ഒരുങ്ങിയത് എങ്ങനെയാണ്? അത് തികച്ചും യാദൃച്ഛികമായിരുന്നു. എൻ്റെ നല്ല സുഹൃത്താണ് ഈസ്റ്റ് കോസ്റ്റിലെ വിജയേട്ടൻ. അദ്ദേഹം ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഈസ്റ്റ് കോസ്റ്റ് ഒരു ആൽബം ഇറക്കുന്നുണ്ട്, പ്രണയഗാനങ്ങളുടെ ആൽബം. ഈ ആൽബത്തിലേക്ക് വേണ്ടി ഒരു പാട്ട് പിന്നെ എഴുതിത്തരാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പ്രണയഗാനമോ ഞാനോ എന്ന് ചോദിച്ചു. അത് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പിറ്റേന്ന് വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഗൗരവമായിട്ട് പറഞ്ഞ കാര്യമാണെന്ന്. ഞാൻ പിന്നെ ഒരാഴ്ച കൊണ്ടൊരു പാട്ട് എഴുതി അയച്ചു കൊടുത്തു. തിരക്കേടില്ല. ആ പാട്ട് കിട്ടിയ പാടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല പാട്ടാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വലിയ നല്ല പാട്ടല്ലെങ്കിൽ മോശമല്ലെന്ന് ഞാനും പറഞ്ഞു. പിന്നെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടിയാണ്, ഇവരുടെ പാട്ട് പാടാൻ പോകുന്ന ആരാന്നറിയാമെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, മെയിൽ വോയിസ് ജയചന്ദ്രനായിരിക്കും, ഫീമെയിൽ വോയിസ് മഞ്ജരി ആയിരിക്കും. അപ്പം എനിക്ക് സന്തോഷം തോന്നി. ഈ രണ്ടു പേരുകളും എനിക്ക് ആദരവുള്ള പേരുകളാണ്. ആ പാട്ടുകാർ ജയചന്ദ്രനും മഞ്ജരിയും നല്ല പാട്ടുകാരാണ്. പക്ഷെ അന്ന് റെക്കോർഡിങ്ങിന് പോകാൻ പറ്റിയില്ല. ഞാൻ സങ്കടം അറിയിച്ചു. വിജയേട്ടനോട് പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോയില്ല. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തന്നെ കേൾപ്പിച്ചു തന്നു പാട്ട്. അപ്പം എനിക്ക് സന്തോഷം കൂടി. നല്ല പാട്ടായിട്ടത് മാറി. അത് എൻ്റെ കമത്തം കൊണ്ടല്ല, പാടിയവരുടെ കമത്തം കൊണ്ടാണ്. അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ജയചന്ദ്രനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കണ്ടത് കുറേയേറെ കാലം കഴിഞ്ഞിട്ടാണ്. പാട്ടിറങ്ങി കുറേ കാലം കഴിഞ്ഞിട്ട് ഏതോ പൊതു ഫംഗ്ഷൻ, അവിടെ വെച്ച് ജയചന്ദ്രൻ പറഞ്ഞു, കൂടെയുള്ളവരോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പാട്ട് പാടി കേട്ടോ എന്ന് പറഞ്ഞു. അതെനിക്ക് അത്ഭുതം തോന്നി. എത്രയോ പാട്ട് പാടിയ ആളാണ്. പക്ഷെ എന്നെ പോലെ ആളുടെ ഈ പാട്ട് അദ്ദേഹം ഓർത്തു വെച്ചു, അത് പറഞ്ഞു എന്നുള്ളത് എനിക്കൊരു വലിയ ഓണറാണ്, ബഹുമതിയാണ്. രണ്ട് വരികളൊന്ന്. ആ വരികൾ, നിന്നെ വായിക്കുവാൻ എന്നെ പഠിപ്പിച്ച ലിപികൾക്ക് നാം എന്ത് പേര് നൽകും. അതാണ് തുടക്കം. ഒറ്റയ്ക്കിരുന്ന് നാം ഉത്തരം തേടിയാൽ ഉത്തരം ദൂരേക്ക് അകന്നു നിൽക്കും. ഒരുമിച്ചിരുന്ന് നാം മിഴികളിൽ നോക്കിയാൽ കടൽ ആർത്തിരമ്പുന്ന കാഴ്ച കാണാം. അതിനുള്ളിൽ ആഴത്തിലാഴത്തിലാണ് നാം തേടുന്നൊരുത്തരം ചേർന്നിരിപ്പു. അതായിരുന്നു തുടക്കം. അങ്ങ് വിപ്ലവഗാനങ്ങളൊക്കെ എഴുതും, പാർട്ടി സമ്മേളനങ്ങളൊക്കെ എഴുതുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ പ്രണയഗാനങ്ങൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഈ ഉണ്ട്. മുംബൈയൊക്കെ പാടിയ എൻ്റെ പാട്ടുകളുണ്ട്, ഗസൽ ആയിട്ട്. അതെല്ലാം അല്ല അതിൽ പലതും പ്രണയഗാനങ്ങളായിരുന്നു. പിന്നെ പ്രിയ ആർ പൈ എന്നൊരു കുടുംബ സുഹൃത്ത് ഞങ്ങൾക്കുണ്ട്. പ്രിയയും ഭർത്താവും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്തുക്കളാണ്, നല്ല മനുഷ്യർ. പ്രിയയുടെ ഭർത്താവും പ്രിയയും കൂടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, പ്രിയയുടെ എല്ലാ ആൽബങ്ങളും ഭക്തിഗാനങ്ങളാണ്, ഒരു ചേഞ്ച് വേണമെന്നൊരു ചിന്തയുണ്ട്. അപ്പം കുറച്ച് പാട്ടുകൾ, വ്യത്യസ്തമായ പാട്ടുകൾ, ഭക്തിയല്ലാത്ത പാട്ടുകൾ എഴുതി തരാമോന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തിന് പറഞ്ഞു, ഞാൻ എഴുതിയാൽ നിങ്ങളുടെ കാശ് പോക്കാന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. ആരും മേടിക്കില്ല എന്ന് പറഞ്ഞു. സാരമില്ല, സാറ് എഴുതിക്കോ, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എഴുതി തരണം എന്ന് പറഞ്ഞപ്പം ഞാൻ അവരുടെ രണ്ടുപേരുടെയും ആ സ്നേഹപൂർണ്ണമായ സമ്മർദ്ദം കൊണ്ട് കുറച്ച് പാട്ട് എഴുതി കൊടുത്തു. അത് ചിലത് പ്രണയമാണ്, ചിലത് പ്രകൃതിയാണ്, ചിലത് ജീവിതമാണ്, ചിലത് യാത്രയാണ്. അങ്ങനെ പലതിനെ പറ്റിയുള്ള 10-12 പാട്ടുണ്ട് അതിനകത്ത്. എല്ലാം വ്യത്യസ്തമായിരുന്നു. അതിൽ പ്രണയഗാനങ്ങളും ഉണ്ടായിരുന്നു. പ്രിയ അത് മനോഹരമായിട്ട് പാടി. പ്രിയയുടെ ശബ്ദം നല്ല ശബ്ദമാണ്, നല്ല ആഴമുള്ള ശബ്ദമാണ്. ആ ശബ്ദ സൗകുമാര്യം കൊണ്ട് ആ പാട്ടുകൾക്ക് കൂടുതൽ മാധുര്യം വന്നു. ഒരാൽബമായിട്ടുണ്ടത്. ജയചന്ദ്രന്റെ പാട്ടുകൾ വേറെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പെട്ടെന്ന് പറയാൻ പറ്റുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും മഞ്ഞിലയിൽ മുങ്ങത്തോത്തി മധുമാസചന്ദ്രിക എന്നുള്ള പാട്ടായിരിക്കും. പിന്നെ ഒന്നിന് ശുദ്ധതാഴ്ത്തി പാടുക നീ പൂങ്കുയിലെ എൻ്റെ മലയാളം ഉറക്കമായി ഉണർത്തരുതേ. ആ പാട്ട് എനിക്ക് എന്തും ഇഷ്ടമാണ്, കേൾക്കാൻ എപ്പോഴും ഇഷ്ടമാണ്.
അതിനാണ് പി ജയചന്ദ്രന്റെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും മലയാളികൾക്ക് ഇഷ്ടമാണ്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങൾക്ക് പ്രത്യേകമായ ഒരു സൗന്ദര്യമുണ്ട്. അത്തരം ഒരു പ്രണയഗാനം അദ്ദേഹത്തോട് പാടിക്കാൻ അവസരം ലഭിച്ച ആളാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അദ്ദേഹം ആ ഓർമ്മകളാണ് നമ്മോട് പങ്കുവച്ചത്. സന്തോഷ് കുമാറിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.